അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റിഫായി ഷെയ്ഖിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇൻഷാ അള്ളാഹ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ക്ഷമ വിശ്വാസത്തിന്റെ പകുതിയാകുന്നു. ക്ഷമയുടെയും സംയമനത്തിന്റെയും പാത സ്വീകരിച്ചവരാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. അത് തന്റെ ജീവിത വിജയ രഹസ്യങ്ങളിൽ പെട്ടതാണ്. ഒരു യാത്രവേളയിൽ ഷെയ്ഖും മുരീദന്മാരും ഹമാമയിലെത്തിയപ്പോൾ ഷെയ്ഖ് അത്തീഖ് സാലിമും സഹജനങ്ങളും വരുന്നു. അടുത്തെത്താനായപ്പോൾ വാഹനപ്പുറത്ത് നിന്നിറങ്ങി മുരീദന്മാരോട് ഷെയ്ഖ് റിഫായി പറഞ്ഞു, അദ്ദേഹം എന്നെ അടിച്ചാലും ചീത്ത വിളിച്ചാലും മറ്റ് എന്തു ചെയ്താലും ക്ഷമിക്കണം, മിണ്ടരുത്. അവർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ഷെയ്ഖ് റിഫായി അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം ഷെയ്ഖിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. തിരിച്ചൊന്നും പറയാതെ ആദരപൂർവ്വം ഷെയ്ഖ് നിന്നു. ഞാൻ ആര്? എനിക്ക് എന്ത് സ്ഥാനം? താങ്കൾ എന്തിന് എന്നോട് ദേഷ്യപ്പെടുന്നു? ഞാൻ താങ്കളുടെ ഒരു സേവകൻ മാത്രമാണ്. ഷെയ്ഖിന്റെ നിഷ്കളങ്കമായ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി, താങ്കളെ പരീക്ഷിക്കാൻ ഇനി ഒരു തന്ത്രവും എനിക്ക് ബാക്കിയില്ല. താങ്കളിൽ ഒരു ഭാവമാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ എത്ര കഠിനാധ്വാനം ചെയ്തു, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. ഷെയ്ഖ് റിഫായിയെ സംബന്ധിച്ച് ഏറെ പ്രശംസിച്ചു. ഷെയ്ഖിനും കുടുംബത്തിനും പരമ്പരക്കും ഏറെ ആദരവുകൾ കൈവരുമെന്ന് അദ്ദേഹം ആശംസിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ടും ഷെയ്ഖിന്റെ മുഖത്തിന് ഭാവമാറ്റം ഒന്നും കണ്ടില്ല. പിന്നീട് ഷെയ്ഖ് അത്തീഖ് കൈ കൊടുത്തു. പരസ്പരം സന്തോഷത്തോടെ പിരിഞ്ഞു. ഖിലാദത്തുൽ ജവാഹിർ. ആധ്യാത്മികതയുടെ നെറുകയിൽ എത്തിയ അള്ളാഹുവിന്റെ സമീപസ്ഥനായ ഔലിയാക്കളുടെ ചക്രവർത്തിയായ പുണ്യാത്മാവാണ് ഷെയ്ഖ് റിഫായി. എന്നിട്ടും അവിടുന്ന് കാണിച്ച ക്ഷമയും വിനയവും നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നു. പ്രതിസന്ധികൾക്ക് മുന്നിൽ ക്ഷമ നഷ്ടപ്പെട്ട് തളർന്നു പോകുന്നവരും പ്രകോപനങ്ങൾക്ക് മുന്നിൽ കുരച്ചു ചാടുന്നവരും അവസാനം മരിച്ചുപോകും. കാര്യങ്ങളെ ഇഷ്ടമായി വിലയിരുത്തി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രത്യാശയോടെ ക്ഷമിക്കുകയും പ്രതിഫലം ലഭിക്കുമെന്ന് കരുതി ജീവിക്കുന്നവരും ഈ ലോകത്തോട് വിട പറയും. ആദ്യത്തവർ ഇലാഹിന്റെ പ്രീതിയിൽ നിന്നും അകറ്റപ്പെടും. രണ്ടാമത്തവർ മനഃശാന്തിയോടെ ജീവിച്ച് മരിച്ചു ചെല്ലുമ്പോൾ ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങി ഇരുലോകത്തും വിജയികളായിത്തീരുന്നു. പൊതുപ്രവർത്തകർ ഷെയ്ഖിൽ നിന്ന് ധാരാളം പഠിക്കേണ്ടതുണ്ട്. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വരും. അസൂയക്കാരുണ്ടാകും. അവർ അപവാദങ്ങൾ പ്രചരിപ്പിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ സംയമനം പാലിക്കുന്നവർക്ക് സമൂഹത്തിന്റെ മാറ്റങ്ങൾ ദർശിക്കാൻ സാധിക്കും. ദുരാരോപണങ്ങൾ വരുമ്പോൾ സത്യത്തോടും ധർമ്മത്തോടും മനക്കരുത്തോടും നീതി പുലർത്തി ക്ഷമയുടെ കൂടെ സഞ്ചരിക്കുക. പൂർവസൂരികൾ അങ്ങനെയായിരുന്നു. ഇസ്ലാമികമായ കാര്യങ്ങളിലുള്ള ക്ഷമയിലും സഹനത്തിലും മശായിഖന്മാരെ നമുക്ക് പിന്തുടരാം. ബിസ്താമി എന്നൊരാൾ ഷെയ്ഖിനെ ഭള്ളു പറഞ്ഞ് ആക്ഷേപിച്ച് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചു കത്തെഴുതി. ഷെയ്ഖിന്റെ പൗത്രനായ ഇബ്രാഹിം അഅ്സബ് ഷെയ്ഖിനെ വിവരം ധരിപ്പിച്ചു. കത്ത് അവസാനം വരെ വായിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അള്ളാഹു അയാളെ ശിക്ഷിക്കാതിരിക്കട്ടെ. ഷെയ്ഖ് മറുപടി എഴുതി, അള്ളാഹുവിന്റെ പാവപ്പെട്ട അടിമ അഹമ്മദ് റിഫായി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ബിസ്താമി അവർക്ക് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത്. അങ്ങയുടെ എഴുത്തിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, റബ്ബ് ഉദ്ദേശിച്ചതിനെ എന്നെ സൃഷ്ടിച്ചു. അവൻ ഉദ്ദേശിച്ചതൊക്കെ എനിക്ക് നൽകുകയും ചെയ്തു. അസൂയ വെച്ച് പുലർത്തുന്നവരോട് പറയാനുള്ളത്, നീ ആരോടാണ് അപമര്യാദ കാണിച്ചതെന്ന് അറിയാമോ? സൃഷ്ടാവിനോടാണ് അപമര്യാദയായി പെരുമാറിയത്. റബ്ബ് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുന്നില്ല. എഴുത്ത് ലഭിച്ച് പൊട്ടിക്കരഞ്ഞ് പശ്ചാത്തപിച്ചു മഹാനായ വലിയനോട് ചെയ്ത അക്രമം അദ്ദേഹത്തെ പിടിച്ചുലച്ചു. അദ്ദേഹം ഷെയ്ഖിനെ സ്നേഹിക്കുകയും മഹത്വം അംഗീകരിക്കുകയും ചെയ്തു. ഖിലാദത്തുൽ ജവാഹിർ. ഷെയ്ഖ് അബ്ദുൽ ഗഫൂർ അൽ ഖൗസി വഴി ഷെയ്ഖ് യഅഖൂബ് രേഖപ്പെടുത്തുന്നു, അബ്ദുല്ലാഹിൽ ഹിന്ദ് എന്നയാൾ ഷെയ്ഖിനെ കാണുമ്പോൾ ചീത്ത പറയുമായിരുന്നു. നിങ്ങൾ ഈ എഴുത്ത് ഷെയ്ഖിന് കൊടുക്കണം. തുടർന്ന് വളരെ മോശമായി ഒരു പദം ഷെയ്ഖിനെതിൽ ഉപയോഗിച്ചു. ഷെയ്ഖ് യഅഖൂബ് ഈ വിഷയം ഷെയ്ഖിനെ അറിയിച്ചു. നീ അദ്ദേഹത്തിനോട് പറയണം, അങ്ങ് പറയുന്നത് സത്യം തന്നെയാണ്. തുടർന്ന് ഷെയ്ഖ് യഅഖൂബിന് കുറച്ച് പണം നൽകി. ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ഹിന്ദിക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തയച്ചു.
ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഉണ്ടായി. പിന്നീട് അബ്ദുല്ലാഹ് ഹിന്ദിക്ക് വലിയ മനോദുഃഖമുണ്ടായി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു കാലുപിടിച്ച് തൗബ ചെയ്തു. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്ത് പറഞ്ഞു, ഉണ്ടായതെല്ലാം നല്ലതാണ്. താങ്കൾ അത് മറച്ചു വെച്ചിരുന്നെങ്കിൽ അത് താങ്കൾക്ക് ദോഷകരമായി ബാധിക്കുമായിരുന്നു. പുറത്തു പറഞ്ഞത് നന്നായി. താങ്കൾ കാരണമായി നമുക്കും നന്മ ലഭിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണും തേങ്ങുന്ന മനസ്സുമായി നിന്ന ആ മനുഷ്യൻ ഷെയ്ഖിനെ ശിക്ഷപ്പെട്ട സേവകനായി മുരീദായി മാറി. ഖിലാദത്തുൽ ജവാഹിർ റബ്ബേ, ഷെയ്ഖിന്റെ യഥാർത്ഥ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി ദീനും ദുന്യാവും ഹുസ്നുൽ ഖാത്തിമത്തും നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.